ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 2. കയ്യിൽ ഒരു ഗ്ലാസ് മദ്യവും പിടിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ചുണ്ടോട് ചേർത്ത് ചുറ്റുമുള്ള ബഹളം ഒന്നും ശ്രദ്ധിക്കാതെ അവനിരുന്നു. അവന്റെ ശരീരം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സ് പലവിധ ചിന്തകളാൽ കലുഷിതമായിരുന്നു. അതിന്റെ ഫലമെന്നോണം അവന്റെ വിരലുകൾ കയ്യിലെ ഗ്ലാസിൽ മുറുകിക്കൊണ്ടിരുന്നു. 6 അടിയോളം ഉയരവും അതിനൊത്ത പെർഫെക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത ശരീരവും ഉള്ള അവന്റെ മുഖം കാടുപിടിച്ച് വളർന്ന മുടി കൊണ്ടും താടിയും മീശയും കൊണ്ടും അവന് പ്രാകൃത രൂപം നൽകി. അവന്റെ രക്തവർണ്ണമായ കണ്ണുകൾ കാണുകെ അവൻ അടുത്ത് ചെന്ന് സംസാരിക്കുവാൻ പോലും മറ്റുള്ളവർ ഭയന്നു. ചിന്തകളിൽ നിന്നും എപ്പോഴോ തിരികെ വന്നവൻ തനിക്ക് ചുറ്റും ഉയർന്നു കേൾക്കുന്ന പാട്ടിന്റെ ശബ്ദവും ആളുകളുടെ സന്തോഷത്തോടെയുള്ള ബഹളങ്ങളും അവനിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു. അതേ ദേഷ്യം തന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസിൽ അവൻ ഞെരിച്ചു പിടിച്ച് അടക്കി നിർത്തി. ശബ്ദം കുറച്ചാണെങ്കിലും തനിക്ക് ചുറ്റും നിൽക്കുന്നവർ തന്നെ പരിഹസിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നേക്ക് 1 വർഷമായിരിക്കുന്നു താൻ ഈ പരിഹാസങ്ങളൊക്കെ കേൾക്കുവാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ ശീലവുമായിരിക്കുന്നു. ഈ പരിഹാസമൊക്കെ കേട്ട് തനിക്ക് മടുത്തെങ്കിലും പറയുന്നവർക്ക് യാതൊരു മടുപ്പുമില്ല. അതല്ലെങ്കിലും മറ്റുള്ളവരുടെ മുറിവ് കുത്തിപ്പഴിപ്പിക്കാൻ നാട്ടുകാർക്ക് ഉത്സാഹമാണല്ലോ. അഗ്നിദത്ത് വർമ്മ എന്ന പേര് കേൾക്കുമ്പോൾ 1 വർഷം മുന്നേ വരെ എല്ലാവരും ബഹുമാനത്തോടെയും ആരാധനയോടെയും മാത്രം നോക്കി നിന്നിരുന്ന ഒരുവനിൽ നിന്നും ഇന്ന് ആണല്ലാത്തവൻ എന്ന പട്ടം ചാർത്തപ്പെട്ട് ആൾക്കൂട്ടത്തിനിടയ്ക്ക് അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന എല്ലാ മാനസിക പിരിമുറുക്കവും ഈ നിമിഷവും അവൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ പുറമേക്ക് പ്രതികരിച്ചില്ല. Ladies and gentlemen, today we are gathered here to celebrate first wedding anniversary of our beautiful couple, Mr. Yadav Verma and Mrs. Anamika Yadav Verma. So, please welcome the most dashing couple of this night to the stage. ആങ്കർ ക്ഷണിച്ചതും ആ ഹാളിൽ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവരിലേക്ക് നീണ്ടു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവരുടെ കണ്ണുകൾ എന്നാൽ ഹാളിന്റെ നടുവിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ബാറിൽ കയ്യിൽ മദ്യം നിറച്ച ഗ്ലാസും പിടിച്ചിരിക്കുന്നവനിലായിരുന്നു. അഗ്നിയുടെ തകർന്നുള്ള ഇരിപ്പ് കണ്ടതും യാദവിന്റെ മുഖത്ത് അവനെ ജയിക്കാൻ പറ്റിയതിലുള്ള സന്തോഷം നിറഞ്ഞപ്പോൾ അനാമികയുടെ കണ്ണുകൾ ആ സമയവും അവന്റെ ദേഹത്തെ തന്റെ കാമ കണ്ണുകളാൽ കൊത്തിവലിക്കുന്ന തിരക്കിലായിരുന്നു. അവന്റെ ആ പ്രാകൃത രൂപത്തിലും അലസമായ വസ്ത്രധാരണത്തിൽ പോലും പേശികളാൽ മുറുകിയ അവന്റെ ദൃഢമായ ശരീരം അവളിൽ അവനോടുള്ള ആസക്തി നിറച്ചു. അവൾ തലചെരിച്ച് ഒപ്പം നടക്കുന്നവനെ നോക്കി. സ്വഭാവത്തിലും ഭംഗിയിലും അഗ്നിയുടെ അയലക്കത്ത് പോലും വരാത്തവൻ ആലോചിക്കവേ അവളിൽ ദേഷ്യം നിറഞ്ഞു. തന്റെ അരയിലൂടെ പിടിച്ചിരിക്കുന്ന യാദവിന്റെ പിടിമുറുകിയതും അഗ്നിയിൽ നിന്നും കണ്ണു മാറ്റുവാൻ അവളെ നിർബന്ധിതയാക്കി. മുഖത്ത് കപടമായ സന്തോഷം വരുത്തി അവൾ അവനോട് കൂടുതൽ ചേർന്നു നിന്നു. അവൾ ഇറങ്ങി വന്ന് സ്റ്റേജിലേക്ക് കയറിയതും അവർക്കു പിന്നാലെ 50-നടുത്ത് പ്രായം വരുന്ന ഒരുപാട് ആഭരണങ്ങളും വില കൂടിയ പട്ടുസാരിയും ഉടുത്ത ഒരു സ്ത്രീയും 55-നോടടുത്ത് പ്രായം വരുന്ന ഫോർമൽ ഡ്രസ് ധരിച്ച ഒരു പുരുഷനും സ്റ്റേജിലേക്ക് കയറി. സ്റ്റേജിൽ നിൽക്കുന്ന യാദവിനെയും അനാമികയെയും ചേർത്ത് പിടിച്ച സ്ത്രീയുടെ മുഖത്ത് സന്തോഷമായിരുന്നെങ്കിൽ അയാളുടെ കണ്ണുകൾ ബാറിൽ മദ്യ ഗ്ലാസും പിടിച്ച് ഇരിക്കുന്നവനെ കണ്ടതും അയാളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. പാർട്ടിയും ആഘോഷവും തീരുന്നതുവരെ അഗ്നി അതേ ഇരിപ്പ് തുടർന്നു. ഹേയ് അഗ്നി! ശബ്ദം കേട്ടതും അഗ്നി മുഖം ഉയർത്തി മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. പുച്ഛത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന യാദവിനെ കണ്ടതും ഭാവവ്യത്യാസം ഏതുമില്ലാതെ അഗ്നി തന്റെ കയ്യിലിരിക്കുന്ന മദ്യം ഒരിക്കൽ കൂടി അകത്താക്കി. ഹേയ്, ഇങ്ങനെ കുടിച്ചാൽ നിന്റെ കൂമ്പ് വാടിപ്പോകും കേട്ടോ. 1 കൊല്ലമായില്ലേ നിരാശകാമുകനായി. ഓ സോറി, കാമുകനല്ലല്ലോ, ഭർത്താവായിരുന്നല്ലോ. ഇനിയും
അവളെ ഓർത്ത് നീ ഇങ്ങനെ നിന്റെ ലൈഫ് നശിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. ഞാനും എന്റെ ഭാര്യയും ഇത്ര ഹാപ്പി ആയിരിക്കുമ്പോൾ നീ മാത്രം ഇങ്ങനെ. എത്രയും പെട്ടെന്ന് നീ വേറൊരു വിവാഹം കഴിക്കണം. ഓ, ഞാൻ അതും മറന്നുപോയി. നിന്റെ ആദ്യ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചത് നീ ഒരാണല്ല എന്ന് പറഞ്ഞാണല്ലോ. അതുകൊണ്ട് ഇനി ഒരു പെണ്ണിനെ കിട്ടാനും ബുദ്ധിമുട്ടാകും. വാക്കുകളിൽ സങ്കടം നിറച്ച് പറയുമ്പോഴും അവന്റെ മുഖത്ത് നിറയുന്ന പരിഹാസം അഗ്നി കാണുന്നുണ്ടായിരുന്നു. യാദവ് അവന്റെ മൗനം കണ്ടതും ഉത്സാഹത്തോടെ സംസാരം തുടർന്നു. എന്തായാലും നീ ട്രൈ ചെയ്, പേരിനെങ്കിലും ഒരു ഭാര്യയെ ഉണ്ടാക്കാൻ. നീ എന്റെ ചേട്ടനല്ലേ, നിന്റെ വിഷമം എന്റെ ഈ വിഷമമല്ലേ. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവാ. അവൾക്ക് കൊടുക്കേണ്ട സാമ്പത്തിക സുഖം മാത്രം നീ കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ കൊടുക്കാമെന്നേ. ആ സുഖം ധാരാളം അനുഭവിച്ചത് കൊണ്ടല്ലേ നിന്റെ ആദ്യ ഭാര്യ ഇന്ന് എന്റെ ഭാര്യയായി നിൽക്കുന്നത്. അതുപോലെ ഇനി നീ കെട്ടി വരുന്നവളെയും ഞാൻ സുഖിപ്പിക്കാം. ഇപ്പോൾ ഈ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ അപമാനിതനായി നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ പറഞ്ഞ കാര്യം. നീ നന്നായാലോ. പറഞ്ഞു തീരും മുന്നേ അഗ്നിയുടെ ചവിട്ടേറ്റ് യാദവ് കമന്നടിച്ചു വീണിരുന്നു. യദു, അയ്യോ മോനെ. യാദവ് വീഴുന്നത് കണ്ടതും അനാമികയും സ്റ്റേജിൽ നിന്നിരുന്ന സ്ത്രീയും അവന്റെ അടുത്തേക്ക് ഓടി വന്നു. കൊന്നോട മഹാഭാവി, നീ എന്നെ മോനെ. അവർ അലറിക്കൊണ്ട് ചോദിച്ചതും അഗ്നി അവരെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. അത് കണ്ടതും അവരുടെ ദേഷ്യം ഇരട്ടിച്ചു. കഴിഞ്ഞ ഒരു കൊല്ലമായി നീ എന്റെ മോനെ ഉപദ്രവിക്കുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ഭാര്യയായിരുന്ന ഇവൾ നിന്റെ കഴിവുകേട് മനസ്സിലാക്കി നിന്നെ ഉപേക്ഷിച്ചപ്പോൾ നല്ല മനസ്സുള്ള എന്റെ മോൻ അവൾക്കൊരു ജീവിതം നൽകി. അതിലെന്താണ് തെറ്റ്? നീ ആണല്ലോ എന്ന് മനസ്സിലാക്കി ഇവൾ പോയതിന് നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്? അനാമികയെ ചൂണ്ടി അവർ അഗ്നിയോട് ചോദിച്ചതും ഉയർന്നു വന്ന ദേഷ്യം അടക്കുവാൻ അവൻ പാടുപെട്ടു. ലതേ. വാക്കുകൾ കൊണ്ട് അഗ്നിയെ നോയിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ലത വിശ്വനാഥന്റെ ശബ്ദം കേട്ടതും അയാളെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. എന്തിനെന്നെ വിളിക്കുന്നേ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? ഇവൻ കാണിച്ച തെണ്ടിത്തരം നിങ്ങൾ കണ്ടില്ലേ? ഹോ, കണ്ടാലും ഒന്നും പറയില്ലല്ലോ. നിങ്ങൾ പുന്നാര മോനല്ലേ ഇത്? ഇവൻ എന്റെ മോനാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നോവില്ല. അവരുടെ വാക്കുകൾ കേൾക്കെ അയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ചുറ്റും കൂടി നിന്ന് തന്റെ കുടുംബത്തെ പരിഹസിക്കുന്ന ക്ഷണിച്ചു വന്ന അതിഥികളെ കാണുകെ അയാളുടെ തല അപമാനത്താൽ കുനിഞ്ഞു. വേദന കൊണ്ട് അയാൾ നെഞ്ചൊഴിയുന്നത് കണ്ടതും അഗ്നി അവന്റെ അടുത്തിരുന്നിരുന്ന മദ്യക്കുപ്പി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ്. ഇന്നത്തെ ഡ്രാമ കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പോകണം. ഇത് എന്റെ വീടാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനിയും ഇവിടെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒച്ച ഉയർന്നാൽ താമസിക്കാൻ വേറെ വീട് നോക്കേണ്ടി വരും. ലതയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞതും അവർ വിശ്വനാഥനെ ക്രോധത്തോടെ നോക്കി യാദവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. മറു സൈഡിൽ നിന്നും അനാമികയും അവനെ താങ്ങി. അപ്പോഴും അവളുടെ കണ്ണുകൾ അഗ്നിയിൽ തന്നെയായിരുന്നു. അവന്റെ ഉശിരും ശക്തിയും കണ്ടതും അഗ്നിയുടെ ഒറ്റ ചവിട്ടിൽ തന്നോട് ചേർന്ന് തളർന്നു നടക്കുന്ന യാദവിനോട് അവൾക്ക് വെറുപ്പ് തോന്നി. മോനെ. അഗ്നിയുടെ അടുത്ത് ചെന്ന് വിശ്വൻ വിളിച്ചതും അയാളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ തന്റെ മുറിയിലേക്ക് നടന്നുപോയി വാതിൽ ശക്തയായി വലിച്ചടച്ചു. തന്റെ മകന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്നുള്ള ബോധ്യം അയാളെ ഒന്നുകൂടി തളർത്തി. ചുവരിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയ്ക്ക് അടുത്തേക്ക് അയാളുടെ കാലുകൾ നീങ്ങി. എന്തിനാ ലക്ഷ്മി, എന്തിനാ എന്നെ വിട്ടുപോയത്? അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ നീറി ജീവിക്കേണ്ടി വന്നത്. അവന്റെ നന്മയോർത്ത് ചെയ്തതെല്ലാം അവന് സങ്കടവും തിന്മയും അപമാനവും മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇന്ന് അവന് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. കുടിച്ച് കുടിച്ച് സ്വയം ഇല്ലാതാകുവാൻ ശ്രമിക്കുകയാ. പേടിയാകുന്ന ലക്ഷ്മി, നമ്മുടെ മോൻ, അവന്റെ ജീവിതം ഇങ്ങനെ ഉരുകി തീരേണ്ടി വരുമോ എന്ന്. അവന്റെ ജീവിതത്തിലേക്ക് ഇനി സന്തോഷം ഒരിക്കൽ തിരിച്ചു വരികയില്ലേ? തന്റെ മകന്റെ ദുർവിധി ഓർക്കവേ ആ പിതാവിന്റെ നെഞ്ചകം പുകഞ്ഞു. എന്നാൽ ലക്ഷ്മിയുടെ മുഖത്ത് അപ്പോഴും നനപുഞ്ചിരി ഉണ്ടായിരുന്നു.
തന്റെ മകന്റെ ജീവിതത്തിലെ എല്ലാ ദുരിതവും അവസാനിച്ച് അവിടെ സന്തോഷവും സമാധാനവും മാത്രം വരാൻ പോകുന്നത് മുൻകൂട്ടി ആ അമ്മ മറ്റൊരു ലോകത്തിലിരുന്ന് മനസ്സിലാക്കിയിരുന്നു. കഥകടച്ച് കട്ടിലിൽ കണ്ണടച്ച് കിടന്നവന്റെ മനസ്സിലേക്ക് നിസ്സഹായനായ തന്റെ അച്ഛന്റെ മുഖം കടന്നു വന്നതും സങ്കടവും ദേഷ്യവും അവനിൽ നിറഞ്ഞു. വിശ്വനാഥൻ, ലക്ഷ്മി ഇൻഡസ്ട്രീസിന്റെ അധിപൻ, പേര് കേട്ട് തറവാട്ടിൽ ജനിച്ചു വളർന്നിട്ടും അനാഥയായ ലക്ഷ്മിയോട് പ്രണയം തോന്നിയത്, അവരുടെ ബന്ധത്തെ എതിർത്ത സ്വന്തം പ്രിയപ്പെട്ടവരെ പോലും ഉപേക്ഷിച്ച് തന്റെ ജീവിതത്തിന്റെ പാതിയാക്കിയവൻ, അവരുടെ പ്രണയത്തിന്റെ ശക്തി നൽകിയ മനോബലത്തിൽ നിന്നും ഒന്നുമല്ലാത്തവനിൽ നിന്നും വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി മാറി. അവിടെ സന്തോഷം ഇരട്ടിപ്പിച്ചാണ് അഗ്നിയുടെ വരവ് അറിയിച്ചത്. അവരുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായി. അഗ്നിയുടെ 8ാം വയസ്സ് വരെ അവരുടെ ജീവിതം സ്വർഗതുല്യമായിരുന്നു. എന്നാൽ അഗ്നിയുടെ 8ാം പിറന്നാളിന് ഒരു ആക്സിഡന്റ് രൂപത്തിൽ ലക്ഷ്മിയെ മരണം പുലുകിയപ്പോൾ അച്ഛന്റെയും മകന്റെയും ജീവിതം അപ്പാടെ തകിടം മറിഞ്ഞു. പ്രാണനായവളുടെ വിയോഗം അയാളെ മദ്യത്തിന് അടിമയാക്കി. കുഞ്ഞ് അഗ്നിയെ പോലും ശ്രദ്ധിക്കാതെ അയാളുടേതായ ലോകത്ത് വിഹരിച്ചു നടന്നു. അമ്മയ്ക്കൊപ്പം ആ കുഞ്ഞിന് അച്ഛനെയും നഷ്ടപ്പെടും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ അഗ്നിയുടെ അമ്മയായി മാത്രം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ശ്രീലത സമ്മതം അറിയിച്ചതും മറ്റൊന്നിനെപ്പറ്റി ചിന്തിക്കാതെ, മകന്റെ അഭിപ്രായം പോലും ചോദിക്കാതെ അയാൾ ശ്രീലതയെ തന്റെ പാതിയാക്കി. അഗ്നിയുടെ അമ്മയായി ശ്രീലത ആ വീട്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ 6 വയസ്സുകാരൻ യാദവും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അഗ്നിക്കൊരിക്കലും അവരെ തന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുവാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും തന്റെ പ്രിയപ്പെട്ട അച്ഛന് ഒരു വിഷമവും താൻ കാരണം ഉണ്ടാവുന്നത് എന്ന് കരുതി അവൻ പരമാവധി സന്തോഷം അഭിനയിച്ചു. ദിവസങ്ങൾ കഴിയവേ അഗ്നിയുടെ അമ്മയായി മാത്രം വന്നവൾ വിശ്വനാഥനെ പാതിയാവാൻ ശ്രമിച്ചപ്പോൾ അയാളിൽ നിന്നും നേരിട്ട ശക്തമായ അവഗണന അവളിൽ പക നിറച്ചു. ആ പക അവൾ തീർത്തത് കുഞ്ഞു അഗ്നിയിലായിരുന്നു. അവന്റെ മനസ്സിനെയും ശരീരത്തെയും അവൾ ഒരുപോലെ നോവിച്ചു. തന്റെ പ്രാണനായവളുടെ ഓർമ്മയിൽ ജീവിച്ചു പോയിരുന്ന വിശ്വൻ കുഞ്ഞു അഗ്നിയെ മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീലത അവന് നൽകിയിരുന്ന വേദനകളും അയാൾ അറിയാതെ പോയി. ഫോൺ അടിക്കുന്ന ശബ്ദമാണ് അഗ്നിയെ തന്റെ ഓർമ്മകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ടതും അവന്റെ ചൊടികളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു.